പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ആദ്യത്തെ വർഷം മുതൽ പരിശുദ്ധ കുർബാന ധ്യാന രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഈ സമ്പർക്ക മാധ്യമങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മാത്രം ഏകദേശം 500ഓളം വീഡിയോകൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഒരുപാട് പേര് കാണുന്ന വ്യൂവേഴ്സ് നമ്പേഴ്സ് എണ്ണം കുറവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ വളരെയധികം പോയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലേ ഒരു വ്യക്തി എന്നോട് അല്പം താല്പര്യമൊക്കെയുള്ള എന്നെ അറിയുന്ന വ്യക്തിയാണ്, വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഈ കുർബാനയ്ക്ക് വേണ്ടി ഇത്ര ചത്തട്ട എന്താ കാര്യം? ഇങ്ങനെ കുർബാനയ്ക്ക് വേണ്ടി ചത്തട്ടൊന്നും കാര്യമൊന്നുമില്ല അച്ഛൻ, വേറെ എന്തെങ്കിലും പണി നോക്ക്, മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ വല്ലതും ചെയ്യും, വീടുള്ളവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമോ, അങ്ങനെ വല്ലതൊക്കെ ചെയ്യും. ഈ കുർബാനയ്ക്ക് വേണ്ടി ചത്തട്ട് കാര്യമൊന്നുമില്ല. കുറേ നേരം കേട്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അല്ല സഹോദര, കർത്താവേ ശമിശിഹ എന്തിനു വേണ്ടിയ ചത്തത്? കർത്താവേ ശമിശിഹ ഗാഗുൽത്തായിൽ മരിച്ചത് എന്തിനു വേണ്ടിയാ? പിന്നെ നിശബ്ദതയായിരുന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, കർത്താവേ ശമിശിഹ മരിച്ചത്, അവൻ മരണത്തെ സ്വീകരിച്ചു, എന്തിനാണ്? ഒരിക്കലും മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്, ചാവുന്ന സമയത്തും കുർബാന 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 എന്ന് പറഞ്ഞ് ചാകാം. ഞാൻ തിരിച്ചു ചോദിച്ചു, ഈശോ മിശിഹ എന്ത് പറഞ്ഞിട്ടാ മരിച്ചത്? എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ? അതെന്താണ്? പരിശുദ്ധ കുർബാനയാ. ഈശോ തൻ്റെ ആത്മാവിനെ സഹിച്ച് മരിച്ച് ബലിയായി സമർപ്പിച്ച ആ സമർപ്പണമാണ് ഇന്ന് കുർബാനയിലൂടെ തോന്നിയിട്ടുള്ളത്. ഇന്നും ഓരോ കുർബാനയിലൂടെ തുടരുന്നത് അതാണ്. അതെ സഹോദരങ്ങളെ, എന്താണ് പറയുക? ഈശോ ജനിച്ചത് പരിശുദ്ധ കുർബാനയാകാനാണ്. ഈശോ ജീവിച്ചത് പരിശുദ്ധ കുർബാനയാകാനാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. കാരുണ്യ പ്രവൃത്തിയാണെങ്കിലും അതിനേക്കാൾ കൂടുതലായി വിശ്വാസത്തിന്റെ അടയാളമായിക്കൊണ്ട് താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. ചമ്മറ്റടിയേറ്റതും ഉൾമടിധാരണ സ്വീകരിച്ചതും കുരിശിന്റെ ഗാഗുൽത്തായിൽ പിടഞ്ഞു മരിച്ചതൊക്കെ എന്തിനു വേണ്ടിയാ? ചത്തത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ്. ആ കുർബാനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്, മറ്റുള്ളതിനൊന്നിനും വേണ്ടിയല്ല. ഞാൻ തറപ്പിച്ച് പറയും, സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹമുണ്ടോ? പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണം. ഞാനിന്ന് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനാകുന്നില്ല എങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. പരിശുദ്ധ കുർബാന കഠിനമാണ്, മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അവിടെ ഒരു കാര്യം ഓർക്കുക. ഈശോ മിശിഹ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും മനസ്സിലാകാതെയാണ് ഈശോയെ വിട്ടുപോയത്. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത് ധ്യാന മന്ദിരങ്ങളിൽ പോലും എന്ന് ഞാൻ പറയൂ. ധ്യാനങ്ങൾ പോലും ഇന്ന് രോഗശാന്തികളിലും പ്രശ്നപരിഹാരങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഈശോ പരിശുദ്ധ കുർബാനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ജനം മുഴുവനും ഈശോയെ ഉപേക്ഷിച്ചു പോയി. നമ്മൾ കാണുന്ന സത്യമല്ലേ? വളരെ വ്യക്തമല്ലേ അത്? ഇന്ന് പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ അതിനോട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ ആരുടെ കുഴപ്പം കൊണ്ടാ? കുർബാനയുടെ കുഴപ്പം കൊണ്ടാണോ? യോഹന്നാന്റെ സുവിശേഷത്തില് 8-ാമത്തെ അധ്യായത്തില് 43-ാമത്തെ ഒരു വാക്യമുണ്ട്. അവിടെ ഈശോ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കാരണം മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള തിരുവചനങ്ങളെയും പ്രസംഗങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതെന്റെ കുഴപ്പം കൊണ്ടാണെന്ന്, കുർബാനയുടെ കുഴപ്പം കൊണ്ടല്ല എന്നെങ്കിലും അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു കാര്യം കൂടിയും പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുക.
ഈശോ ഉത്ഥാനം ചെയ്ത ദിവസം എമ്മാവൂസ് സംഭവത്തിൽ നമ്മൾ കാണുന്നത് എന്താ? 2 പേർക്ക് വേണ്ടി തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ അവരുടെ കണ്ണുകൾ തുറന്നു. ആ ദിവസം ഈശോ ഒരു അത്ഭുതം പ്രവർത്തിച്ചില്ല, ഒരു രോഗശാന്തി നൽകിയില്ല. ഈശോയ്ക്ക് വേണമെങ്കിൽ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന വഴി ആ വചനം പറയുന്നതോട് ചേർന്ന് പോകുന്ന വഴിക്കുള്ള രോഗികൾക്ക് സൗഖ്യവും കൊടുത്ത് ആ ജനങ്ങളെല്ലാം കൂട്ടി എമ്മാവൂസിലേക്ക് പോയി ഒരു പരിശുദ്ധ കുർബാന ആഘോഷമായിട്ട് ചൊല്ലാമായിരുന്നല്ലോ. ഇല്ല, ഈശോ ശ്രദ്ധിച്ചത് എന്താണ്, ചെയ്തത് എന്താണ്? തിരുവചനങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചു. അതെ, ഈശോ വന്നത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, ചാകുന്നതിന് വേണ്ടി, ബലിയാകുന്നതിന് വേണ്ടി. അതെ, ഈശോ ഉത്ഥാനം ചെയ്തത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി. അതാ നമ്മൾ എമ്മാവൂസ് സംഭവത്തില് പ്രത്യേകമായിട്ട് കാണുക. സ്വർഗ്ഗാരോഹണ വേളയിലും ഈശോ അവസാനം പറഞ്ഞത് എന്താ? ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അതെ, കല്ലിലും മുള്ളിലും സ്ഥിതി ചെയ്യുന്ന ദൈവം കൗതാശികമായി ദിവികാരുണ്യ സാന്നിധ്യത്തിലുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച ആ ഈശോ മിശിഹായെ അനുകരിക്കാനായിട്ട് ഓരോ കത്തോലിക്കനും സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.